ഹരേ കൃഷ്ണ. ഒരിക്കൽ ഒരു കുഞ്ഞിനെ അമ്മ തൻ്റെ തോളിലേറ്റി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, അമ്മേ, എത്ര കാലം അമ്മ എന്നെ ഇങ്ങനെ തോളിലേറ്റി കളിപ്പിച്ചുകൊണ്ടിരിക്കും? ഇത് കേട്ട അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, എന്നെ 4 പേർ ചേർന്ന് അവരുടെ തോളിൽ കിടത്തി കൊണ്ടുപോകുന്ന ആ ഒരു നിമിഷം എന്നാണോ വരുന്നത്, ആ ഒരു നിമിഷം വരെ ഞാൻ നിന്നെ ഇങ്ങനെ എൻ്റെ തോളോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഏതൊരമ്മയും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. തൻ്റെ അവസാന ശ്വാസം വരെ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് യാതൊരു ആപത്തും വരുത്താതെ സ്നേഹത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, സംരക്ഷണത്തോടു കൂടി കൊണ്ടു നടക്കണം എന്നതാണ്. അമ്മമാർ എല്ലായ്പ്പോഴും തൻ്റെ മക്കളെക്കുറിച്ചോർത്ത് വ്യാകുലരായിരിക്കും. അത് അവർ എത്ര പ്രായമായാലും, എത്ര വലിയ പദവിയിലെത്തിയാലും, എത്ര സുഖസൗകര്യങ്ങളിലിരിക്കുകയാണെങ്കിൽ പോലും തന്നിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഓരോ സമയവും തൻ്റെ മക്കളെക്കുറിച്ചോർത്ത് അമ്മമാർ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. അവരുടെ സംരക്ഷണത്തെക്കുറിച്ചോർത്ത് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ പലപ്പോഴും കുട്ടികൾക്ക് തങ്ങൾ വലുതായി എന്നുള്ള ഒരു തോന്നൽ ഉള്ളിൽ വന്നു തുടങ്ങുമ്പോൾ അമ്മയെ മാറ്റി നിർത്താൻ തുടങ്ങും. മുൻപ് അമ്മയുമായി പങ്കുവച്ചിരുന്ന പല കാര്യങ്ങളും അമ്മയിൽ നിന്നും മറച്ചു വയ്ക്കാൻ തുടങ്ങും. പതിയെ അവരുടെ ജീവിതത്തിൽ ഓരോ തീരുമാനമെടുക്കുമ്പോഴും അമ്മയുമായി ചർച്ച ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും പിന്നീട് അമ്മയുമായി ചർച്ച ചെയ്യുകയോ അമ്മയോട് പങ്കുവെക്കുകയോ ചെയ്യാതെ സ്വയം എല്ലാത്തിനും പ്രാപ്തരായി എന്ന് ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുത്തു തുടങ്ങും. ഇനി അമ്മയായി സ്വയം അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്ന സമയങ്ങളിലെല്ലാം അമ്മയോട് ദേഷ്യപ്പെടുകയും വഴക്കിടുകയും, ഞാൻ വലിയ കുട്ടിയായി, എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് ശാഠ്യം കാണിക്കുകയും ചെയ്യും. ഇങ്ങനെ പതിയെ പതിയെ അമ്മയിൽ നിന്ന് നമ്മൾ അകലും. സ്വയം വലിയ ആളായി എന്നുള്ള ഒരു ചിന്തയോടുകൂടി പലതും ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷേ ഓരോ ചുവടുകളും എടുത്തു വെക്കുമ്പോഴും തന്നെ ആദ്യമായി കൈപിടിച്ച് നടത്തിച്ചത് അമ്മയാണ്, ആദ്യമായി ഓരോ കാര്യങ്ങളും ചെയ്യാൻ പഠിപ്പിച്ചത് അമ്മയാണ് എന്ന് മറന്നുകൊണ്ട് ചെയ്താൽ അതിനേക്കാൾ വലിയൊരു വേദന ഒരിക്കലും ഒരമ്മയ്ക്കും കൊടുക്കാനില്ല. നമ്മുടെ വേദശാസ്ത്രങ്ങളിൽ ഉത്തമ മാതൃത്വത്തിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ മാതൃവാത്സല്യത്തിൻ്റെയും അതിൻ്റെ ഭംഗിയും മനോഹാരിതയും വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചു തരുന്ന ഒരുപാട് ലീലകളും ശാസ്ത്രങ്ങളുമുണ്ട്. അതിൽ വളരെ മാധുര്യമേറിയതും മനോഹരവും ശ്രേഷ്ഠവുമായതാണ് ഭഗവാനും ഭഗവാന്റെ പ്രിയപ്പെട്ട അമ്മയായിട്ടുള്ള യശോദാമ്മയും തമ്മിലുള്ള ലീലകൾ. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനാണ് ഭഗവാൻ. സർവചരാചരങ്ങളെയും ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സർവശക്തനാണ് ഭഗവാൻ. ഈ ഭഗവാനും അപ്പുറത്തേക്ക് ഒന്നും തന്നെയില്ല എന്നിരിക്കെ ആ അമ്മയുടെ മുൻപിൽ സർവശക്തിയും മറന്ന്, സർവശക്തിയെയും മാറ്റിവെച്ച് അമ്മയുടെ മനസ്സ് ആഗ്രഹിക്കുന്ന തരത്തിൽ കുറുമ്പുകൾ നിറഞ്ഞ ഒരു പിഞ്ചു കുഞ്ഞായിട്ട്, അമ്മയുടെ പൊന്നുണ്ണിയായിട്ട് ആ അമ്മയുടെ മനസ്സ് ആനന്ദത്താൽ നിറയും വിധത്തിൽ പല ലീലകൾ ഭഗവാൻ ആടി. യശോദാമയ്യ ശകാരിക്കുമ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ പേടിച്ച് വായ പൊത്തി ആശ്ചര്യത്തോടെ അമ്മയെ നോക്കി കരഞ്ഞുകൊണ്ട് ഭഗവാൻ ഇരുന്നിട്ടുണ്ട്. ആ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മുൻപിൽ ലോകര് മുഴുവൻ, മുനിമാരും ഋഷിമാരും മഹർഷിമാരും ദേവന്മാരും ധ്യാനിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും തപസ്സു ചെയ്തിട്ടും അപ്രാപ്യമായ ആ ഭഗവാനെ യശോദാമ്മ ഉരലിൽ കെട്ടിട്ടത് പരിശുദ്ധമായിട്ടുള്ള മാധുര്യമായിട്ടുള്ള വാത്സല്യമാകുന്ന കയറുകൊണ്ടാണ്. ഈ ലീലകളിലൂടെ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത് മാതൃത്വത്തിൻ്റെ ശക്തിയെക്കുറിച്ചും വാത്സല്യത്തിൻ്റെ മാധുര്യത്തെക്കുറിച്ചുമാണ്. എങ്ങനെ നമുക്ക് ഒരു നല്ല മകനായി, ഒരു നല്ല മകളായി ഇരിക്കാം എന്നുകൂടി ഭഗവാൻ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കും. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ വ്യക്തികളായിരിക്കാം. പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും ചിലപ്പോൾ കഴിവ് കൊണ്ടും എല്ലാം നമ്മൾ ഉയർന്ന
തലത്തിലിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ഒരുപാട് പേർ ബഹുമാനിക്കുന്ന വ്യക്തികളായിരിക്കാം. ഒരുപാട് പേർക്ക് മാതൃകകളാകാൻ നമുക്ക് സാധിച്ചെന്നിരിക്കാം. അത്തരത്തിൽ ഒരുപാട് കഴിവുകളും ഒരുപാട് ശക്തികളും ഒക്കെ നമുക്കുണ്ടായിരിക്കാം. എന്നിരുന്നാലും നമ്മുടെ അമ്മയുടെ മുൻപിലിരിക്കുമ്പോൾ ഞാൻ ആ അമ്മയുടെ പിഞ്ചു കുഞ്ഞാണ് എന്നുള്ള ഭാവത്തോടു കൂടി ആ കളങ്കമില്ലാത്ത വാത്സല്യത്തെ പൂർണ്ണമായിട്ട് സ്വീകരിച്ച് അവരുടെ മകനായിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നമ്മളെ ഈ ലോകത്ത് കൊണ്ടുവരാനും നമ്മളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരാനും അവർ സഹിച്ച ത്യാഗം ഒരുപാടാണ്. അവർ പല ത്യാഗങ്ങളും സഹിച്ച് നമ്മൾക്ക് ജന്മം നൽകിയതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷമാണ് മറ്റ് പല ബന്ധങ്ങളും നമ്മൾക്ക് ഉണ്ടാകുന്നത്. മറ്റു പലരും നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്നത്. തിരക്കു പിടിച്ച ഈ ലോകത്തിലെ ഓട്ടത്തിനിടയ്ക്ക്, മാറിയ ജീവിത സാഹചര്യത്തിനിടയ്ക്ക് ചിലപ്പോൾ ചിലരെങ്കിലും ഇങ്ങനെയുള്ള പല സത്യങ്ങളും മറന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ത്യാഗത്തെയും ആ സ്നേഹത്തെയും വാത്സല്യത്തെയും ബഹുമാനിക്കുവാനും ഓർക്കുവാനും അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഒരു ദിവസമെങ്കിലും വേണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഇന്നലെ മാതൃദിനം ആഘോഷിച്ചപ്പോൾ ഒരാൾക്കെങ്കിലും നിങ്ങളുടെ ആ ബാല്യത്തെ, ആ നിഷ്കളങ്കമായ സ്നേഹത്തെ ഇന്നലെ മുതൽ അമ്മയ്ക്ക് തിരിച്ചു നൽകാൻ സാധിച്ചുവെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് ഒരു സമ്മാനവും അമ്മയ്ക്ക് നൽകാനില്ല. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും മാതൃദിനം പോലെ തന്നെ സ്നേഹവും വാത്സല്യവും നിറഞ്ഞതും അതിമനോഹരവുമാകട്ടെ. നമ്മുടെ അമ്മയ്ക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാ ശക്തിയും അനുഗ്രഹവും ലോകത്തിൻ്റെ തന്നെ അമ്മയായിട്ടുള്ള ശ്രീമതി രാധാറാണിയും ജഗത് പിതാവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനും നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.